ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ടോപ്പിക്സ് 150 ടോപ്പിക്സിൻ്റെതാണ്. നിങ്ങൾക്കറിയാം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് 150 ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 150 ടോപ്പിക്സ് എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വർക്കിന്റെ ഭാഗമാണെന്ന് സ്ഥിരം കാണുന്ന പിള്ളേർക്കൊക്കെ അറിയാം. അപ്പോൾ ഇന്നത്തെ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്കണോമിക്സിന്റെ ഒരു പാർട്ടാണ് GST. ഈ GST നമുക്ക് എന്താ പറയുന്നത് LGSകാർക്ക് സിലബസിൽ അങ്ങനെ തന്നിട്ടില്ല എങ്കിലും നമ്മൾ പഠിക്കണം. ഇപ്പൊ GSTയിൽ ഞാനിവിടെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ടാക്സുകളെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം നമുക്ക് രണ്ട് തരത്തിലുള്ള ടാക്സുകളാണുള്ളത്. ഏത്? ഡയറക്റ്റ് ടാക്സും ഉണ്ട്, അതുപോലെ എന്തുകൊണ്ട് ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഇപ്പൊ ഇൻഡയറക്റ്റ് ടാക്സിന്റെ കീഴിൽ വരുന്നതാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് തരം ടാക്സുകളും രണ്ടുതരം ടാക്സുകൾക്ക് ഉദാഹരണം ഏതാണെന്നും പിന്നെ ഇൻഡയറക്റ്റ് ടാക്സ് ആയ GSTയെ കുറിച്ചും GST കൗൺസിലിനെ കുറിച്ചും GST കൗൺസിലിന്റെ ചില ശുപാർശ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചും ഒക്കെയാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇതെല്ലാം നമുക്ക് വേണ്ട ഫാക്റ്റ് എല്ലാം SCRTയിലുണ്ട്. SCRT വെച്ചാണ് ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. സോ സമയങ്ങളെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നികുതികൾ ശ്രദ്ധിക്കണം. സർക്കാരിന്റെ പ്രധാന വരുമാന സ്രോതസ്സാണ് നികുതികൾ. അപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഏതും ആയിക്കോട്ടെ, ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട വരുമാനമാണ് ഏത്? നികുതി. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി. അപ്പം വെൽഫെയർ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഡെവലപ്മെന്റ്സ് എന്നിങ്ങനെയുള്ള പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് ഏത്? നികുതി. നികുതി നൽകുന്ന വ്യക്തിയെ നികുതിദായകൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഓർത്ത് വയ്ക്കുക, സർക്കാരിന്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് ഏതാണെന്ന് ചോദിച്ചാൽ നികുതിയാണ്. രണ്ട് തരത്തിലുള്ള നികുതിയുണ്ട്. പ്രത്യക്ഷ നികുതിയുണ്ട്, പരോക്ഷ നികുതിയുണ്ട്, അല്ലെ? ഇനി എന്താണ് പ്രത്യക്ഷ നികുതി എന്ന് നമുക്ക് നോക്കാം. ആരിലാണോ നികുതി ചുമത്തുന്നത് അയാൾ നേരിട്ട് അടയ്ക്കുന്നതാണ് എന്ത്? പ്രത്യക്ഷ നികുതി. അതില് നികുതി ഭാരം നികുതിദായകൻ തന്നെ വഹിക്കുന്നു എന്നുള്ളതാണ് പ്രത്യക്ഷ നികുതിയുടെ പ്രത്യേകത. നികുതി ചുമത്തപ്പെടുന്നതും നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരാൾ തന്നെയായാൽ അത്തരം നികുതികളെ എന്ത് വിളിക്കും? പ്രത്യക്ഷ നികുതി എന്ന് വിളിക്കും. നികുതി ചുമത്തപ്പെടുന്നത് ആരിലാണോ അയാൾ അടയ്ക്കണം. ഇപ്പൊ നികുതി ചുമത്തപ്പെടുന്നതും നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരാൾ തന്നെയായാൽ ഇത്തരം നികുതികളെ പ്രത്യക്ഷ നികുതി എന്ന് വിളിക്കും. നികുതി ഭാരം നികുതിദായകൻ തന്നെ വഹിക്കുന്നു എന്നുള്ളതാണ് പ്രത്യക്ഷ നികുതിയുടെ പ്രത്യേകത. ഓക്കെ, പ്രത്യക്ഷ നികുതിയുടെ പ്രത്യേകത എന്താണ്? നികുതി ഭാരം നികുതിദായകൻ തന്നെ വഹിക്കുന്നു. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികളെ കുറിച്ചാണ് പറയുന്നത്. വ്യക്തിഗത ആദായ നികുതി അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകം ടാക്സ്. ഇത് ഒരു പ്രത്യക്ഷ നികുതിയാണ്. ഇങ്ങനെയൊക്കെ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ഏതെന്നൊക്കെ ചോദിക്കും. അപ്പൊ വ്യക്തിഗത ആദായ നികുതി എന്താണ്? പ്രത്യക്ഷ നികുതിയാണ്. വ്യക്തികളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി. ഓക്കെ, അപ്പൊ ഒരു വ്യക്തി എടുത്താൽ ആ വ്യക്തിയുടെ വരുമാനത്തിന്റെ മേൽ ചുമത്തുന്ന നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി. വരുമാനം കൂടുന്നതിനനുസരിച്ച് നികുതി നിരക്കും കൂടുന്നു. നിശ്ചിത വരുമാന പരിധിക്ക് മുകളിൽ വരുന്ന തുകയ്ക്കാണ് നികുതി ബാധകമായിരിക്കുന്നത്. ഇന്ത്യയിൽ ആദായ നികുതി നിയമപ്രകാരം 1961 ഓർത്തു വയ്ക്കുക, ഇന്ത്യയിൽ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാരാണ് ഈ നികുതി പിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാം, ആദായ നികുതി പിരിക്കുന്നത് ആരാണ് പിരിക്കുന്നത്? കേന്ദ്ര സർക്കാരാണ്. വ്യക്തികളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് വ്യക്തിഗത ആദായ നികുതി എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യയിലെ പ്രത്യക്ഷ നികുതിക്ക് മറ്റൊരു ഉദാഹരണമാണ് ഏത്? കോർപ്പറേറ്റ് ടാക്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് നികുതി. കമ്പനികളുടെ അറ്റ വരുമാനത്തിന്മേൽ അഥവാ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് കോർപ്പറേറ്റ് ടാക്സ്. അപ്പൊ കമ്പനികളുടെ ലാഭത്തിന്മേൽ അല്ലെങ്കിൽ അറ്റ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയാണ് ഇത്? കോർപ്പറേറ്റ് ടാക്സ്. സോ രണ്ട് തരത്തിലുള്ള നികുതിയുണ്ട്, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ് കോർപ്പറേറ്റ് ടാക്സും പേഴ്സണൽ ഇൻകം ടാക്സും. അടുത്തത് പരോക്ഷ നികുതി. ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് പരോക്ഷ നികുതിയുടെ പ്രത്യേകത. അപ്പൊ പരോക്ഷ നികുതി ചുമത്തുന്ന ഒരാളിലായിരിക്കും, പക്ഷെ ആ നികുതി ഭാരം എന്ത് ചെയ്യുന്നു? മറ്റൊരാളിലേക്ക് കൂടി കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് പരോക്ഷ നികുതി. ഉദാഹരണമായി വിൽപ്പന നികുതിയുടെ ഭാരം ആദ്യം വരുന്നത് വ്യാപാരിയുടെ മേലാണ്. എന്നാൽ വ്യാപാരിയെ ഉൽപ്പന്നം വാങ്ങുന്ന ഉപഭോക്താവിലേക്ക് വിലയോടൊപ്പം നികുതി ഭാരവും കൈമാറുന്നു. അപ്പോൾ ഉപഭോക്താവ് നൽകുന്ന വിലയിൽ നികുതിയും ഉൾപ്പെടുന്നു. ഇത് പരോക്ഷ നികുതിയുടെ പ്രത്യേകതയാണ്. നിലവിലുള്ള പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുന്നതിനും
ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പാക്കുന്നതിന് ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നിലവിലുള്ള പരോക്ഷ നികുതികളുടെ നല്ലൊരു വിഭാഗം ഉൾപ്പെടുത്തി എന്ത് വന്നു? ചരക്ക് സേവന നികുതി നടപ്പിലാക്കി. ചരക്ക് സേവന നികുതി നടപ്പിലാക്കി. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ നിലവിൽ നമുക്കുള്ള എന്താണ്? GST ആണ് അല്ലെ, പരോക്ഷ നികുതി. എന്തിനാണ്? നിലവിലുള്ള പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കുക എന്നുള്ളത് അതിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. അതുപോലെ ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിനും ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ നിലവിലുള്ള പരോക്ഷ നികുതികളുടെ നല്ലൊരു വിഭാഗം ഉൾപ്പെടുത്തി എന്ത് വന്നു? ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ നമ്മൾ പറയും ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST നടപ്പിലാക്കിയെന്ന് ഓർത്തുവെക്കുക. ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത് പരോക്ഷ നികുതിയാണ്. ചോദിക്കാം, GST ചോദിച്ചിട്ടുണ്ട്, നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ്. GST പരോക്ഷ നികുതിയാണ്. GST ഉൾപ്പെടാത്ത ഇനങ്ങളുടെ പരോക്ഷ നികുതി നിരക്ക് നിലവിലുള്ള രീതിയിൽ തന്നെയാണ് ഈടാക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത്, GST ലയിപ്പിക്കപ്പെട്ട ചില പ്രധാന നികുതികളുണ്ട്, ഓർത്തുവെക്കുക. GST ലയിപ്പിക്കപ്പെട്ട പ്രധാന നികുതികളാണ് കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, സേവന നികുതി, കേന്ദ്ര വിൽപ്പന നികുതി, സംസ്ഥാന മൂല്യവർദ്ധിത നികുതി, ആഡംബര നികുതി, പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി. കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, അതുപോലെ തന്നെ സെയിൽസ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ്, ലക്ഷറി ടാക്സ് അല്ല, ഇങ്ങനെയുള്ള ടാക്സുകൾ എല്ലാം GST ലയിപ്പിക്കപ്പെട്ട പ്രധാന നികുതികളാണ്. ഈ ബോക്സിൽ കണ്ടിരിക്കുന്നത് ഇത് പഠിച്ചു വെക്കണം, നിങ്ങളുടെ നോട്ടിലുണ്ടായിരിക്കും കേട്ടോ. കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും ചുമത്തിയിരുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ച് 2017 ജൂലൈ 1 മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതുമല്ലെങ്കിൽ GST എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റുകളും ചുമത്തിയിരുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ച് ജൂലൈ 1, 2017 മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും നിർമ്മാണം മുതൽ ഉപഭോഗം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നികുതി ചുമത്തപ്പെടുന്നുണ്ട്. ഓർത്തുവെക്കുക, ചരക്കുകളുടെയും സേവനങ്ങളുടെയും നിർമ്മാണം മുതൽ ഉപഭോഗം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നികുതി ചുമത്തപ്പെടുന്നു. ഓരോ ഘട്ടത്തിലും മൂല്യവർധന ഉണ്ടാവുകയും അത് ഈടാക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മൂല്യവർധനവിന് മാത്രമേ നികുതി ചുമത്തപ്പെടുന്നുള്ളൂ. അന്തിമ ഉപഭോക്താവ് ആദ്യം അടച്ച നികുതികൾ പിന്നീട് നൽകേണ്ടതില്ല. ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ് 20 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് വ്യാപാരികൾ നിർബന്ധമായും GSTയിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ് 20 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്റ്റർ ചെയ്യണം. ചരക്ക് സേവന നികുതികൾ വിവിധതരം. സംസ്ഥാനത്തിനകത്ത് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും മേൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും GST ചുമത്തുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ചുമത്തുന്നത് സെൻട്രൽ GSTയും സംസ്ഥാന ഗവൺമെന്റ് ചുമത്തുന്നത് സ്റ്റേറ്റ് GST എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഓർക്കുക, നമ്മുടെ സംസ്ഥാനമായിട്ട് ഏത് സംസ്ഥാനവുമായിട്ട് ഇപ്പൊ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കകത്ത് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും മേൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും എന്ത് ചെയ്യുന്നുണ്ട്? GST ചുമത്തുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ചുമത്തുന്നത് സെൻട്രൽ GST എന്നും സംസ്ഥാന ഗവൺമെന്റ് ചുമത്തുന്നത് സ്റ്റേറ്റ് GST എന്നും അറിയപ്പെടുന്നു. ഈ നികുതികൾ ഉപഭോക്താക്കളിൽ നിന്നും ഒരുമിച്ച് പിരിച്ചെടുത്ത് കേന്ദ്രവും സംസ്ഥാനവും തുല്യമായി വീതിച്ചെടുക്കുന്നു. അപ്പൊ ഇത് ഒരുമിച്ചാണ് പിരിക്കുന്നത്, എന്നിട്ട് കേന്ദ്ര ഗവൺമെന്റും അല്ലെങ്കിൽ സംസ്ഥാനവും തുല്യമായിട്ട് വീതിക്കുന്നു. ഒരു സംസ്ഥാനത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും നികുതി ചുമത്തുന്നുണ്ട്. ഇത് നമ്മൾ അന്തർ സംസ്ഥാന ക്രയവിക്രയം എന്ന് പറയും അല്ലെ. കേരളത്തിൽ നിന്ന് ഒരു സ്ഥാപനം തമിഴ്നാട്ടിലേക്ക് വിടുവാണെങ്കിൽ നമുക്ക് ആ ക്രയവിക്രയത്തെ എന്ന് വിളിക്കാം? അന്തർ സംസ്ഥാന ക്രയവിക്രയം എന്ന് പറയാം. അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ GST ചുമത്തുന്നതും പിരിക്കുന്നതും കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഇത് ഇന്റഗ്രേറ്റഡ് GST എന്ന് അറിയപ്പെടുന്നു. ഇതിലെ സംസ്ഥാന വിഹിതം കേന്ദ്ര ഗവൺമെന്റ് ആണ് നൽകുന്നത്. ഇനി GST നിരക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ കിട്ടാറുണ്ട്. സംസ്കരിക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ നിത്യോപയോഗ സാധനങ്ങൾക്കും അവശ്യ സേവനങ്ങൾക്കും GST നൽകേണ്ടതില്ല. ഓർത്തു വയ്ക്കുക, സംസ്കരിക്കാത്ത ഭക്ഷ്യവസ്തുക്കള്, നിത്യോപയോഗ സാധനങ്ങള്, അവശ്യ സേവനങ്ങള്, ഇതിനെന്തില്ല? GST ഇല്ല. 5%, 12%, 18%, 28% എന്നിങ്ങനെ 4 സ്ലാബുകളിലായി നികുതി നിരക്കുകൾ GSTയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് പഠിക്കണം കേട്ടോ. GSTയിലെ നികുതി നിരക്കിലെ 4 സ്ലാബുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം.
5%, 12%, 18% ആൻഡ് 28%. ഇതാണ് വിവിധ GST സ്ലാബുകൾ എന്ന് ഓർത്തു വെച്ചേക്കണം. ഇത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇവിടുന്ന് വേണ്ടത് GST കൗൺസിൽ ആണ്, അല്ലെങ്കിൽ GST സമിതിയാണ്. കേന്ദ്ര ധനകാര്യമന്ത്രി ചെയർമാനായ GST സമിതിയിൽ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയും സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരും അംഗങ്ങളാണ്. PSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് GST സമിതിയിലെ അംഗങ്ങള്. GST കൗൺസിലിലെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? കേന്ദ്ര ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. അപ്പം കേന്ദ്ര ധനകാര്യമന്ത്രി ചെയർമാനായിരിക്കും. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള കേന്ദ്ര ധനകാര്യ സഹമന്ത്രി ഇതിലെ അംഗമാണ്. സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരും GST കൗൺസിലിലെ അംഗങ്ങളാണ്. സമിതി താഴെ പറയുന്ന കാര്യങ്ങളിൽ ശുപാർശകൾ ചെയ്യുന്നു. PSC ഇതുപോലെ എടുത്ത് പ്രസ്താവനയിൽ ചോദിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ്. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കണം. അപ്പം GST കൗൺസിൽ ഏതെല്ലാം കാര്യങ്ങളിലാണ് ശുപാർശകൾ നൽകുന്നതെന്ന് പഠിച്ചു വെക്കുക. GST ലയിപ്പിക്കേണ്ട നികുതികൾ, സെസ്സുകൾ, സർചാർജുകൾ ഇതിനകത്ത് GST കൗൺസിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. GST പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചരക്കുകളും സേവനങ്ങളുടെയും മേൽ ഇത് ശുപാർശ ചെയ്യുന്നുണ്ട്. നികുതി നിരക്കുകൾ നിശ്ചയിക്കലിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒഴിവാക്കപ്പെട്ടിരുന്ന ചരക്കുകളും സേവനങ്ങളും GSTയിൽ ഉൾപ്പെടുത്തേണ്ട സമയത്തെ കുറിച്ച് ശുപാർശ ചെയ്യുന്നുണ്ട്. മൊത്തം വിറ്റുവരവിന്റെ അടിസ്ഥാനത്തിലുള്ള നികുതി ഒഴിവിന്റെ പരിധി നിശ്ചയിക്കൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് GST കൗൺസിലിന്റെ ശുപാർശയിൽ വരുന്നത്. ഓക്കെ, നികുതി നിരക്കുകൾ നിശ്ചയിക്കൽ, ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചരക്കുകളും സേവനങ്ങളും GSTയിൽ ഉൾപ്പെടുത്തേണ്ട സമയം, മൊത്തം വിറ്റുവരവിന്റെ അടിസ്ഥാനത്തിലുള്ള നികുതി ഒഴിവിന്റെ പരിധി, GST പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചരക്കുകളും സേവനങ്ങളും, ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാമാണ് GST കൗൺസിൽ എന്ത് ചെയ്യുന്നത്? ശുപാർശ ചെയ്യുന്നത്. പഠിക്കണം. നിലവിൽ GSTയുടെ പരിധിയിൽ പെടാത്ത ഉൽപ്പന്നങ്ങൾ, ഇതും പഠിച്ചു കഴിയണം. PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അസംസ്കൃത പെട്രോളിയം, ഡീസൽ, പെട്രോൾ, പ്രകൃതിവാതകം, വിമാന ഇന്ധനം, വൈദ്യുതി, മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം എന്നിവ GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ GSTയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നതാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ വരുന്നതാണ് അസംസ്കൃത പെട്രോളിയം, ഡീസൽ, പെട്രോൾ, പ്രകൃതിവാതകം, വിമാന ഇന്ധനം, വൈദ്യുതി, മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം എന്നിവ. ഇവ GSTയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇവയുടെ കാര്യത്തിൽ നിലവിലുള്ള നികുതി സംവിധാനം തന്നെയാണ് തുടരുന്നത്. പിള്ളേരെ, അപ്പൊ നിങ്ങൾ ഇവിടെ ടാക്സ് എന്താന്ന് മനസ്സിലാക്കി. എന്താണ് ഡയറക്റ്റ് ടാക്സ്, എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും ഏതിന് കീഴിൽ വരുന്നതാണെന്നും, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഏതിന് കീഴിൽ വരുന്നതാണെന്നും, GSTയിലേക്ക് ലയിപ്പിക്കപ്പെട്ട ടാക്സുകൾ ഏതാണെന്നും, GST സ്ലാബ് എന്താണെന്നും, GSTയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നും, GST സമിതിയിൽ ആരൊക്കെ അംഗങ്ങളാണെന്നും, GST എന്നാണ് ഇന്ത്യയിൽ വന്നതെന്നും, GST സമിതിയുടെ ശുപാർശകളെ കുറിച്ചും എല്ലാം പഠിച്ചു. അപ്പം ഞാൻ അത് പറഞ്ഞ സമയത്ത് പറഞ്ഞായിരുന്നു, ആ ശുപാർശ വേണമെങ്കിൽ PSCക്ക് പ്രസ്താവന ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും പ്രസ്താവന ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. ഈ SCRT എടുത്ത് പഠിപ്പിക്കുന്നത് തന്നെ SCRTയും പഠിക്കാം. അറ്റ് ദ സെയിം ടൈം നമുക്ക് PSCക്ക് വേണ്ട കാര്യങ്ങൾ SCRT പുസ്തകത്തിൽ നിന്ന് ചോദിക്കുന്നത് നമ്മുടെ കയ്യിൽ പോകത്തൂല. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റു ഉദ്യോഗാർത്ഥികൾ കൂടി ഷെയർ ചെയ്ത് തിരിച്ച് എന്നെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. താങ്ക്